അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അടുക്കള ഭയങ്കര പണിയിലാണ് കേട്ടോ. ഇന്ന് പണി എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഈ ഒരു ബിരിയാണി വെപ്പിനാണ് കേട്ടോ ഇത്രയും പാത്രങ്ങൾ നിരന്ന് കിടക്കുന്നത്. അതൊക്കെ ഈ സെറ്റാക്കി എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ബിരിയാണി എടുക്കുന്ന നേരത്തെ ഇക്ക വന്നു കേട്ടോ. ഇക്ക എല്ലാ വെള്ളിയാഴ്ച വരുമ്പോഴും 10 രൂപയുടെ ചോക്കോബാർ ഉണ്ടാവും കയ്യിൽ. ആ ചോക്കോബാറും പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ബിരിയാണി കഴിച്ചു. അങ്ങനെ ചോക്കോബാർ എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച ചോക്കോബാർ അല്ല കേട്ടോ, നല്ല വലിയൊരു ഐസായിരുന്നു. അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് ബിരിയാണിയും കഴിച്ച് ഞാനും മോളും ഞങ്ങളെല്ലാവരും പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ പോയൊരു സ്ഥലത്ത് നിന്ന് പോയി ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ച് പാളിയൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ എന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ടിക്കറ്റ് എടുത്തു. 90 രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിൻ്റെ. നല്ല അടിപൊളി സ്ഥലം. 90 രൂപ കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു പെയിൻറ്റിങ്ങാണ് കേട്ടോ. പെയിൻറ്റിങ് വർക്കാണ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അതിൽ താജ്മഹലും എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ അതൊക്കെ അവിടുത്തെ ഫോട്ടോ എടുത്തപ്പോൾ അപ്പം തന്നെ കിട്ടും ചെയ്യും കേട്ടോ. കലണ്ടർ പോലുള്ള ഫോട്ടോ എന്ത് മോഡൽ വേണമെങ്കിലും കിട്ടും. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് പോയപ്പോൾ കുറേ മൃഗങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നിറയെ മൃഗങ്ങൾ. ആദ്യം പെയിൻറ്റ് വർക്കിങ്, പിന്നെ മൃഗങ്ങൾ, പിന്നെ അത് കഴിഞ്ഞതാ കുറേ കടകൾ കേട്ടോ. എല്ലാ ഐറ്റംസ് കടകളും, വളമാല എല്ലാ ഐറ്റംസ് കടകളും ഉണ്ട്. എല്ലാ എജ്യൂമിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസ് കടകളും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ. അങ്ങനെ നേരെ ഉള്ളിലോട്ട് പോയപ്പോഴാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇവിടെ എല്ലാ കുട്ടികൾക്കും വലിയവർക്കും കളിക്കണ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ കാശിൻ്റെ വേണം കേട്ടോ. അതോ ഒന്നിൽ കാരണം 100 രൂപയാണ് കേട്ടോ പ്രൈസ്. അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കയറി വെറുതെ നമുക്ക് അറ്റാക്കൊന്നും വരിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതിലൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. അപ്പോൾ മോൾക്ക് വേറെ യന്ത്രങ്ങളിലൊക്കെ കയറാൻ ഞാൻ കൂടെ വേണം. പക്ഷെ ഞാനാണെന്ന് യന്ത്രങ്ങളിലൊന്നും കയറാൻ എൻ്റെ പൊന്നെ എനിക്ക് പേടിയാണേന്ന് പറഞ്ഞു. കാരണം ഞാനങ്ങ് വിട്ടുമാറിയിട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ അതിൽ കയറി ചുറ്റിക്കറങ്ങി തല കറങ്ങി അതായി ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരു പ്രേതത്തിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറുക പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഞാനങ്ങ് പോയില്ല കേട്ടോ. അങ്ങനെ നേരെ സ്നോ വേൾഡിൽ കയറിട്ടോ. സ്നോ വേൾഡിൻ്റെ ഉള്ളിൽ കയറി ഐസല്ലേ നമുക്ക്. അപ്പോൾ മോൾക്ക് വല്ലാതെ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ മോള് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറായിട്ടുണ്ട് ഉമ്മ, എന്താ അടിപൊളി എന്ന് പറഞ്ഞിട്ടോ. അവൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോരാനേ പോതില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു ബൊമ്മല്ലേ, ഈ ഒരു ബൊമ്മൻ്റെ ഉള്ളിൽ എൻ്റെ പൊന്നെ ഇരിക്കണ ഒരു ചെക്കനില്ല. ആ ചെക്കൻ അടിപൊളി ചെക്കൻ. ബൊമ്മൻ്റെ ഉള്ളിലൊരു കല ഒളിഞ്ഞിരിപ്പുണ്ട് പറയണില്ല. അതാണ് ഈ ഒരു കല കേട്ടോ. അതാ കളിക്കണ മഞ്ചഫ്ലേൻ്റാണ് കേട്ടോ. എന്തോരം ഡാൻസാണ് എൻ്റെ പൊന്നെ അവനക്ക് കളിക്കുക. എന്തോരം സ്റ്റെപ്പാണ് അറിയുന്നത്. ഓരോരോ പാട്ടിനും ഓരോരോ സ്റ്റെപ്പ്. 3 മണിക്കൂറോളം 3-4 മണിക്കൂറോളം ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഇക്ക ഞങ്ങളെ കാണാത്തതുകൊണ്ട് അങ്ങനെ ഉള്ളിലോട്ട് ടിക്കറ്റ് എടുത്ത് ഇക്ക വന്നു. അപ്പോൾ അപ്പോഴേക്കും ഡാൻസും ബഹളവും ഇക്ക കണ്ട് അത്ഭുതപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നോ കയറാൻ എൻജോയ്മെൻറ്റ് ഇത്രയും എൻജോയ്മെൻറ്റ് ആവുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻജോയ്മെൻ്റ് ആയി അടിപൊളിച്ചു. അപ്പോഴേക്കും മോന് കരഞ്ഞു കേട്ടോ. മോന് ഒരേ കരച്ചിൽ. മോന് ഐസായിട്ടോ. 3-4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഐസാവും കേട്ടോ. താഴെ ഐസ്, മേലെ ഐസ്, മൊത്തത്തിൽ ഐസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്ത മോന് കരഞ്ഞപ്പോൾ അങ്ങനെ പുറത്ത് പോവാ പറഞ്ഞ് അങ്ങനെ പുറത്ത് പോയി അടിച്ച് പൊളിച്ചു. സ്നോയിൽ കയറാൻ ആരും മറക്കരുത് കേട്ടോ. അടിച്ച് പൊളിച്ച് അങ്ങനെ പുറത്ത് പോയി. അങ്ങനെ ഞങ്ങൾ ടാറ്റാബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. മോൻ്റെ കരച്ചിലില്ലായിരുന്നെങ്കിൽ അത് എപ്പോൾ സ്റ്റോപ്പ് ആക്കണം അപ്പോഴേ ഞങ്ങൾ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.